സാർ, ഈ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നതേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായൊരു ധാരണ വന്നിട്ടില്ല. ട്രംപ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഡെമോക്രാറ്റുകളുടെ ജോ ബൈഡൻ അദ്ദേഹം പിന്മാറി, പകരം കമലാ ഹാരിസ് വരുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം അവിടെ നിന്നുള്ള റോയിറ്റേഴ്സ് ഇപ്സോസ് പോൾ സർവേ പറയുന്നത് കമലാ ഹാരിസിന് വിജയസാധ്യതയുണ്ട്. എന്നാൽ അത്തരത്തിൽ വിജയസാധ്യതയുള്ളൊരു സ്ഥാനാർത്ഥിയാണെന്നാണ്. എന്തായാലും വലിയ പിന്തുണയൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ കമലാ ഹാരിസ് സ്ഥാനാർത്ഥിയായി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കമലാ ഹാരിസും ട്രംപും ആണ് വരുന്നതെങ്കിൽ ആർക്കായിരിക്കും ഒരു വിജയസാധ്യത? ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സത്യത്തിൽ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ എത്തിയിട്ടില്ല. ഇറ്റ്സ് ടു ഏർലി ടു ഡിസ്കസ് അബൌട്ട് ഇറ്റ് എന്ന് പറയില്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് ഇനി 5 മാസത്തോളം ഉണ്ട്. മാത്രമല്ല സ്ഥാനാർത്ഥികളുടെ ഈ 2 കക്ഷികളേ ഉള്ളൂല്ലോ, രണ്ട് കക്ഷികളേ ഉള്ളൂ, ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും. ഈ 2 കക്ഷികളുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തന്നെ ആ 2 കക്ഷികളുടെയും വലിയ ജനകീയ റാലികൾ നടത്തിയിട്ട് ഓരോ ഏരിയയിലും അവരുടെ യോഗങ്ങൾ ചേർന്ന് അവിടെ നിന്ന് വോട്ടെടുപ്പ് അംഗീകാരം കിട്ടിയിട്ടൊക്കെ വേണം. അത് ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സാണ്. ഇന്ത്യയെ പോലെയല്ല ഒരു ദിവസം രാത്രി സ്ഥാനാർത്ഥി ഇറങ്ങി വരില്ലല്ലോ അവിടെ. അപ്പോൾ ആളുകൾ കാണുന്നുണ്ട് ഇയാളാണ് വരാൻ പോണത്, അയാൾക്ക് അവരുടെ പാർട്ടിയിൽ എത്ര പിന്തുണ കിട്ടി, അതൊക്കെ നേരത്തെ അറിയാൻ പറ്റും. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഫൈനൽ ഇലക്ഷൻ നടത്തുക. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ പക്ഷേ ഈ നിലവിലുള്ള ഭരണകക്ഷിയാണല്ലോ ഡെമോക്രാറ്റ്സ്, അതായത് ജോ ബൈഡനും കമലാ ഹാരിസും. ജോ ബൈഡൻ പ്രസിഡൻറ്റും കമലാ ഹാരിസ് വൈസ് പ്രസിഡൻറ്റും വലിയ പ്രതീക്ഷയോടെ അധികാരത്തിൽ വന്നതാണ് എനിക്ക് തോന്നുന്നു. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് ഒത്തുയരാൻ ജോ ബൈഡന് പറ്റിയിട്ടില്ല. ഒന്നാമത് അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യവും നമ്മൾ അറിഞ്ഞതിലേറെ അസുഖങ്ങൾ അദ്ദേഹത്തിനുണ്ടെന്ന് പറയുന്നു. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറവ്, അദ്ദേഹം ഈ പല പൊതുവേദികളിലും അദ്ദേഹത്തിൻ്റെ മോശം പെർഫോമൻസ്, അതൊക്കെ വെച്ചിട്ട് മാത്രമല്ല വളരെ നിഷ്ക്രിയമായൊരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 4 കൊല്ലം എന്നാണ് മീഡിയയൊക്കെ പറയുന്നത്. അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രതീക്ഷയോടെ വന്ന എന്നാൽ വളരെ മോശം ഭരണകൂടമായിരുന്നു. വലിയ അക്രമങ്ങളും യുദ്ധങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അതാണ് ഒരു സമാധാനമുള്ളത്. ഇപ്പോൾ ആരുടെ ബുഷിൻ്റെ കാലത്തായാലും, ബുഷ് സീനിയറിൻ്റെ കാലത്തും ജൂനിയറിൻ്റെ കാലത്തും ക്ലിൻ്റൻ്റെ കാലത്തും ഒക്കെ വലിയ യുദ്ധങ്ങളുടെ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അതിന് പകരം ഇപ്പോൾ ഒരു സമാധാനമുള്ള കാലമായിരുന്നു താരതമ്യേന. ലോകത്തിലെ യുദ്ധങ്ങളിലൊന്നും ആവശ്യമില്ലാതെ തലയിടാൻ പോയിട്ടില്ല. അവരുടെ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വളരെ ചെറിയ തോതിൽ നടത്തിയൊരു കാലമാണ്. പക്ഷേ നിഷ്ക്രിയമായൊരു ഗവൺമെൻറ്, കാര്യമായൊന്നും ചെയ്യാത്ത ഗവൺമെൻറ്, ഒരു കഴിവ് കുറഞ്ഞ ഗവൺമെൻറ് എന്നൊക്കെയുള്ള ഒരു ഇമേജാണ് ആ ഗവൺമെൻറ്റിന് വന്നത്. മീഡിയ മുഴുവൻ പറയുന്നത് ഇപ്പോൾ ഈ പോക്ക് പോയാൽ ഇപ്പോൾ ബൈഡൻ വലിയ സമ്മർദ്ദം വന്നല്ലോ. ബൈഡൻ ഇനി മത്സരിക്കരുത് എന്ന് ആദ്യം പറഞ്ഞ ബറാക്ക് ഒബാമയാണ്. അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ ഡെമോക്രാറ്റ്സിന് വലിയ ജനപ്രീതി ഉണ്ടാക്കിയൊരു ഭരണാധികാരിയാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ പക്ഷേ അദ്ദേഹം ആദ്യം അത് കൂട്ടാക്കിയില്ലെങ്കിലും പിന്നെ യാഥാർത്ഥ്യത്തിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ കാൻഡിഡേറ്റായിട്ട് നിന്നിട്ട് അവിടെ തന്നെ തോറ്റുപോയിട്ട് പിന്നെ മത്സരത്തെ നേരിടുന്ന വലിയ അപകടമായിരിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹം പിൻവാങ്ങി എന്നുള്ളത് ആശാവഹമാണ്. പക്ഷേ അദ്ദേഹം പിൻവാങ്ങിയാലും അദ്ദേഹം ഉണ്ടാക്കി വെച്ച ദുഷ്പേര്. കമലാ ഹാരിസ് വളരെ ആക്റ്റീവാണ്, സ്മാർട്ടായിട്ടുള്ള ഒരു വനിതയാണ്, ഭയങ്കര ട്രാക്ക് റെക്കോർഡുള്ളൊരു വനിതയാണ്, ഇന്ത്യൻ വംശജയുമാണ്. നമുക്ക് അതിൻ്റെ ഒരു അഭിമാനം തോന്നാം. പക്ഷേ അവർ ഈ ബൈഡൻ ഉണ്ടാക്കി വെച്ച ദുഷ്പേരിനെ മറികടക്കാൻ അവർക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയുമോ എന്ന് സംശയമാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പോൾ സർവേ പ്രീ പോൾ സർവേ വന്നു എന്ന് പറയുന്നത്. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര കൗതുകം നിറഞ്ഞതാണ്. ഇവര് സ്ഥാനാർത്ഥിയായാൽ വിജയിച്ചേക്കും എന്നുള്ള രീതിയിൽ വെറുതെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ബൈഡന്റെ കഴിവുകേടിന് കമലാ ഹാരിസിനെ ശിക്ഷിക്കേണ്ടതില്ല. അവർ കഴിവുള്ളൊരു ലേഡിയാണ്, അവർക്കൊരു അവസരം കൊടുക്കുന്നത് നല്ലതാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു പക്ഷേ അപ്പുറത്ത് ഡൊണാൾഡ് ട്രംപ് നിൽക്കുമ്പോൾ ട്രംപിന് ഒരുപാട് എതിർ പോയിന്റ്സ് ഉണ്ടായിരുന്നു. ട്രംപ് സത്യത്തിൽ 2 പ്രശ്നമുണ്ട്. ട്രംപിൻ്റെ പൊളിറ്റിക്സ് തന്നെ വലതുപക്ഷ രാഷ്ട്രീയമാണ്. അതേസമയത്ത് ഡെമോക്രാറ്റ്സ് എല്ലാ കാലത്തും പ്രോ ലെഫ്റ്റാണ്. അപ്പോൾ വലതുപക്ഷ രാഷ്ട്രീയത്തിന് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ, അമേരിക്കൻ സാമൂഹിക ഘടനയിൽ, അമേരിക്കൻ ജനാധിപത്യത്തിൽ കിട്ടുന്ന അംഗീകാരം കൂടിയാണ് ട്രംപിന് കിട്ടുന്ന സ്വീകാര്യത. പ്ലസ് അവസാന കാലത്ത് അദ്ദേഹത്തിന് അനുകൂലമായ യാദൃച്ഛികമായ ചിലത് വന്നു. അത് ഈ ട്രംപ് ഇപ്പം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വെടി ഉതിർക്കുന്നു, അദ്ദേഹം ആ വെടി ഉതിർത്ത് കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. പക്ഷേ ആ സാധനങ്ങളെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ ഉപയോഗിക്കാം, ആ രീതിയിൽ ഉപയോഗിക്കാൻ ട്രംപിന് കഴിഞ്ഞോ? അല്ല, അത് നന്നായിട്ട് ഉപയോഗിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം നന്നായി ആക്ട് ചെയ്തു. അദ്ദേഹത്തിനത് ഒന്നാമത് ഈ ട്രംപിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ ട്രംപ് സെൽഫ് സെൻറ്റേർഡായിട്ട് അദ്ദേഹത്തിൻ്റെതായ മാനറിസവും അദ്ദേഹത്തിൻ്റെതായ രീതിയും ഒക്കെ ഉണ്ടല്ലോ.
അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡെമോക്രാറ്റിക് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ട്രംപ് ഒരുപാട് മാറി ഈ പ്രായത്തിൽ. എനിക്ക് തോന്നുന്നു ബൈഡനേക്കാൾ പ്രായമുണ്ട് തോന്നുന്നു. 2-3 വയസ്സ് എളുപ്പമാണ്. എന്നാലും ആ എളുപ്പം അദ്ദേഹം കാണിക്കുന്നുണ്ട്. ട്രംപ് നന്നായി പെരുമാറാൻ പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല ട്രംപിന്റെ കടുത്ത എതിരാളികളെ കൂടെ നിർത്താൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. ട്രംപിനോട് നേരത്തെ ഉണ്ടായിരുന്ന വലിയ എതിർപ്പുണ്ടായിരുന്നു. ഇപ്പോൾ വാൻസ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു. വാൻസിനെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമാണ്. ഒന്ന്, ഈ വലതുപക്ഷ മനസ്സുള്ള പ്രായം അല്ലെങ്കിൽ ഈ ജരാനരകൾ ബാധിച്ച ട്രംപിൻ്റെ നിലപാടിൻ്റെ കൂടെ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള, ഏറ്റവും യങ് ആയിട്ടുള്ള, അമേരിക്കൻ പൊളിറ്റിക്സിൽ ഏറ്റവും യങ് ആണ് വാൻസ്. മാത്രമല്ല ട്രംപിൻ്റെ ഭയങ്കര എതിരാളിയുമായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ ട്രംപിലെ സാധ്യത മനസ്സിലാക്കുകയും ട്രംപിനെ പോലെ ഒരാൾ എന്തൊക്കെ വിയോജിപ്പുണ്ടായാലും ട്രംപിനെ പോലെ ബോൾഡായി, ആക്റ്റീവായി, സ്റ്റേണായ ഒരാൾ വേണമെന്നൊരു തോന്നൽ അവിടെ വരികയും ചെയ്തിട്ടുണ്ട്. അതിന് അനുകൂലമായൊരു സാമൂഹിക അന്തരീക്ഷം അമേരിക്കയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് ട്രംപിന് ഇപ്പോൾ അനുകൂലമാണെന്ന് വേണം നമ്മൾ കരുതാൻ. ആ സമയത്ത് സംഭവങ്ങൾ മാഷോർക്കുന്നില്ല. അതായത് ഒരു വെടിയുണ്ട വരുന്നു, ചെവി തട്ടിപ്പോകുന്നു, ആ സമയത്ത് ട്രംപ് കാണിച്ച ഒരു പേടിച്ചില്ല, ഭയപ്പെട്ട് ഓടിയില്ല. അത് അതാണ് ട്രംപ് ഒരിക്കലും ഈ വരുംപരായികളെ കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ, നിലപാടുകളിൽ ഒന്നും അങ്ങനെ ഈ അതിൻ്റെ എല്ലാ കോൺസിക്വൻസും ആലോചിച്ചൊന്നും പെരുമാറുന്ന ആളല്ല. പക്ഷേ ഈ ആ സമയത്ത് കാണിച്ചൊരു ധൈര്യം ഉണ്ടല്ലോ. വെടിവെച്ചു എന്ന് കാണിക്കുമ്പോൾ അടുത്ത വെടി വീണ്ടും വരാം. അടുത്ത വെടിയും പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് പോലും കാണിച്ചൊരു ധൈര്യവും അത് പ്രകടിപ്പിച്ച ആവേശവും അതൊരു പോരാളിയുടേതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഇമേജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ട്രംപിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടുകൾക്ക് അനുകൂലമായൊരു അന്തരീക്ഷം അമേരിക്കയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ട്രംപ് ജയിക്കുമ്പോൾ വാൻസിൻ്റെ ഒരു പിന്തുണ എന്ന് പറഞ്ഞാൽ ഒന്ന് ചെറുപ്പക്കാരുടെ പിന്തുണ, വേറൊന്ന് ട്രംപിനുണ്ടായിരുന്ന എതിരാളികളെ മുഴുവൻ നിശബ്ദമാക്കുന്നുണ്ട്. എതിരാളികളുടെ നായകനായിരുന്നല്ലോ വാൻസ്. മാത്രമല്ല എഴുത്ത്, സാഹിത്യം, സംസ്കാരം ട്രംപിന് കാര്യമായി ആ വിഭാഗവുമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല. വാൻസ് അതുകൂടിയാണ്. അയാൾ ബിസിനസ്സുകാരനായിരുന്നു ട്രംപ് പക്ക കച്ചവടക്കാരനായിരുന്നു. അതിന് പകരം അയാൾക്ക് സാഹിത്യം അതേ സമയത്ത് ഈ വാൻസിൻ്റെ പുസ്തകം വായിക്കുകയും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ ചെയ്തു. രാഷ്ട്രീയമായ വിയോജിപ്പുള്ളപ്പോഴും ഇതൊക്കെ വാൻസിനെ മാറ്റിയിരിക്കണം. അപ്പോൾ ട്രംപ് സത്യത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്തുകൊണ്ടും ഒരു നിറഞ്ഞ ഇമേജോട് കൂടിയാണ്. ആ ഇമേജുമായി ട്രംപ് മത്സരിക്കാൻ പോയാൽ ജോ ബൈഡൻ തോറ്റമ്പുമായിരുന്നു എന്നുള്ള കാര്യം തർക്കമില്ല. പക്ഷേ ബൈഡൻ മാറിയിട്ട് കമല ഹാരിസ് വരുമ്പോൾ ഈ ഇപ്പോഴത്തെ പോൾ സൂചി അല്ല, അതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ഇപ്പം 1986 ഈ ഡെലിഗേറ്റുകളുടെ, അതായത് ഡെമോക്രാറ്റുകളുടെ പിന്തുണ വേണം ഈ കമല ഹാരിസിന് സ്ഥാനാർത്ഥിയെ വരാൻ. നിലവിൽ അവർക്ക് 531 പേരുടെ പിന്തുണയേ ഉള്ളൂ. അതായത് ഈ നാൻസി പെലോസി, അതുപോലെ തന്നെ ബറാക്ക് ഒബാമ, ഇവരൊന്നും പരസ്യമായിട്ട് ഈ കമല ഹാരിസിനെ പിന്തുണച്ചിട്ടില്ല. ബറാക്ക് ഒബാമ പിന്തുണയ്ക്കാത്തതിന് വേറൊരു കാരണം കൂടെ ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് കമല വരും. അതിൽ എനിക്ക് തോന്നുന്നു കമല വരുമല്ലാതെ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ബറാക്ക് ഒബാമയുടെ ഒരു താല്പര്യം വ്യക്തിപരമായിട്ടുണ്ടാവാം. പക്ഷേ അത് അദ്ദേഹം വളരെ ഡിപ്ലോമാറ്റാണ് അദ്ദേഹം. അതുകൊണ്ട് ഒരു പക്ഷേ ബറാക്ക് ഒബാമയുടെ മനസ്സിലുള്ളത് മിഷേൽ ഒബാമ മത്സരിക്കട്ടെ എന്നായിരിക്കാം. പക്ഷെ മിഷേൽ ഒബാമ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ വായിച്ചത് വെച്ച് ബറാക്ക് ഒബാമയേക്കാൾ ഏബിളാണ്. മിഷേൽ ഒബാമ ന്യായമായും വന്നാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ രണ്ടുപേരും കൂടി വനിത വരില്ല. നിയമപരമായി തടസ്സമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ വരാൻ സാധ്യതയില്ല. അപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കമല ഹാരിസ് അല്ലാതെ ഒരു ടേം വൈസ് പ്രസിഡന്റായ ആള് ഉള്ളപ്പോൾ പ്രസിഡന്റിന് ഒരു സാധ്യത അവർക്കാണല്ലോ. പിന്നെ വൈസ് പ്രസിഡന്റായിട്ട് മിഷേൽ ഒബാമ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. ഈ ടേം അവർ വരേണ്ടതാണ് എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ടായിരിക്കും എതിർപ്പ്. പക്ഷേ ഇത് സൂചിപ്പിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കമല ഹാരിസിന് ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട്. ഇത്ര അന്തരീക്ഷം പ്രതികൂലമാണ്, ഡെമോക്രാറ്റ്സിന് ഒട്ടും അനുകൂലമല്ല, എങ്കിലും കമല മത്സരിച്ചാൽ ജയിച്ചേക്കാം എന്ന് പറഞ്ഞാൽ കമലക്ക് കൂടുതൽ ആത്മവിശ്വാസമുണ്ട്. മാത്രമല്ല ഡെമോക്രാറ്റ്സിന് അകത്ത് നടക്കുന്ന ഈ വോട്ടെടുപ്പുണ്ടല്ലോ, അഭിപ്രായ രൂപീകരണ വോട്ടെടുപ്പ്, ആ രൂപീകരണ വോട്ടെടുപ്പിൽ അത് കമല ഹാരിസിന് ഗുണം ചെയ്യും. അപ്പോൾ കമല ഹാരിസ് ജയിച്ചു വന്നാൽ, കമല ഹാരിസ് ജയിച്ചു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി ട്രെൻഡ് മാറുമായിരിക്കും കേട്ടോ, സമയമുണ്ട്. അതാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത. ഓരോ ദിവസവും ട്രെൻഡുകളിൽ മാറ്റം വരാം ഇപ്പോഴത്തെ അവസ്ഥയിൽ.
പിന്നെ നമുക്കൊരു സമാധാനം ഉള്ളത് ഇപ്പോൾ റിപ്പബ്ലിക്കൻസ് വന്നാൽ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് വാൻസ് വരും. വാൻസിൻ്റെ ഭാര്യ ഇന്ത്യക്കാരിയാണ്. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഉപരാഷ്ട്രമാതാവ് എന്നൊക്കെ പറയില്ലേ, രാഷ്ട്രമാതാവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ രാഷ്ട്രപിതാവ് രാഷ്ട്രമാതാവ് എന്നൊക്കെ പറയും പോലെ ഉപരാഷ്ട്രമാതാവ് അപ്പോഴും ഇന്ത്യയിൽ നിന്നാണ്. ഇപ്പോൾ കമലാ ഹാരിസാണ് ജയിച്ചു വരുന്നത് വെച്ചാൽ രാഷ്ട്രമാതാവ് തന്നെയും രാഷ്ട്രപിതാവും മാതാവും ഒക്കെ ഇന്ത്യക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ചില വൈകാരിക സംഗതികൾ നമ്മൾ കൗതുകത്തോടെ പറയാം എന്നല്ലാതെ കമലാ ഹാരിസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ തന്നെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡെമോക്രാറ്റ്സിൽ മത്സരിക്കാവുന്ന ആദ്യത്തെ ആൾ അവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബൈഡൻ ഉള്ളപ്പോഴും അവരാണ്. ഒരു പക്ഷേ ബൈഡൻ ഉള്ളപ്പോൾ ബൈഡൻ ഇപ്പോൾ പിന്തുണച്ചു. ബൈഡൻ കമലയെ തന്നെയാണ് പിന്തുണച്ചിട്ടുള്ളത്. അത് പോസിറ്റീവായൊരു സംഗതിയാണ്. ബൈഡൻ മാറുന്നുവെങ്കിൽ, ഞാൻ മാറുന്നുവെങ്കിൽ കമല വരട്ടെ എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ മാറിയിരിക്കുന്നു, കമല വരട്ടെ എന്നുള്ളത്. അപ്പോൾ അതൊരു പ്ലസ് പോയിന്റ്. ഇപ്പോൾ ഈ ഒബാമയെ പോലുള്ളവർ ഇനി എന്ത് പറഞ്ഞാലും ഈ പിന്തുണ എന്തായാലും ഈ റോയിറ്റേഴ്സ് ഇപ്സോസ് പോൾ സർവേയിലുള്ള പിന്തുണയും കമല വന്നാൽ കമലയ്ക്കായിരിക്കും മുൻതൂക്കം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം നമുക്കറിയാവുന്ന മൊത്തത്തിൽ അമേരിക്കയുടെ ഒരു ട്രെൻഡ് ഈ പറയുന്ന ട്രംപിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം. മാത്രമല്ല ഒരു അക്രമത്തിൽ നിന്ന് അല്ലെ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നതിനെ വളരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താം. എന്തായാലും ഓഗസ്റ്റ് 18-19 ആകുമ്പോഴേ ഇവരുടെ കൺവെൻഷൻ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയുള്ളൂ. ഏതായാലും കമലാ ഹാരിസ് വരുന്നതോടുകൂടി ഈ റിപ്പബ്ലിക്കുകൾക്ക് ശക്തമായൊരു പോരാട്ടം നടത്താൻ പറ്റും, അല്ലെങ്കിൽ ശക്തമായൊരു പോരാട്ടം നടക്കുമോ എന്നുള്ളൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചയിലേക്ക് പോകുമോ ഇനി കാര്യങ്ങൾ? അല്ല, സാധ്യതയുണ്ട്. കാരണം അങ്ങനെ ഒരു ചർച്ച കൊണ്ടുവരാൻ തന്നെ ആയിരിക്കണം ഈ മീഡിയയ്ക്കും ഉണ്ടാവുമല്ലോ പൊളിറ്റിക്സ്. അമേരിക്കയിലുണ്ട്. അമേരിക്കൻ മീഡിയ നല്ല പൊളിറ്റിക്സ് ഉണ്ട്. അവർ രണ്ടിലേതെങ്കിലും സൈഡിൽ നിൽക്കുന്നവരാണ് എല്ലാവരും. നിഷ്പക്ഷ മീഡിയ എന്നൊന്നും പറയുന്ന നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് പൈങ്കിളി നിഷ്പക്ഷം എന്ന് പറയുന്നത് ഇല്ല അവിടെ. എല്ലാവരും ഒന്നുകിൽ ഐദർ ഡെമോക്രാറ്റ്സ്, അങ്ങനെയല്ല കേട്ടോ, ഭരണകക്ഷിയല്ല. നമ്മളിവിടുത്തെ ഈ മീഡിയയുടെ ഏറ്റവും വലിയ പാപ്പരത്വം എന്താണെന്ന് വെച്ചാൽ ഭരണകൂടമായിട്ട് വരുന്നവരുടെ കൂടെ നിൽക്കുക, എന്നിട്ട് അവരുടെ ചെറിയ ആനുകൂല്യങ്ങൾ, പരസ്യം, അതൊക്കെ വാങ്ങിയിട്ടുള്ള മൂലധന താല്പര്യങ്ങൾ. അവിടെ അങ്ങനെയല്ല. അവർ ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കുകയും ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് വിമർശിക്കുകയും ചെയ്യും, ഭരണകൂടത്തെ ആണെങ്കിൽ പോലും. ബൈഡന് വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് വന്നത്. ബുഷിന് എന്തുമാത്രം എതിർപ്പ് വന്നിരുന്നു, ക്ലിൻ്റന് വന്നിരുന്നു, എല്ലാവർക്കും വരും. അപ്പോൾ അതുകൊണ്ടൊരു പക്ഷേ അത്തരത്തിലൊരു ചർച്ച വരട്ടെ. ട്രംപ് വന്നാലുള്ള അപകടം കുറച്ച് വലിയ, ഈ പറയുന്ന ആരവത്തിൻ്റെ കൂടെ ട്രംപ് വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു പോയാലൊരു പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ അമേരിക്കയ്ക്കും ലോകത്തിനും ഉണ്ടാകാവുന്ന അപകടത്തെക്കുറിച്ച്, അദ്ദേഹം പ്രത്യേകിച്ച് അദ്ദേഹത്തിന് യുദ്ധത്തോട്, ആയുധ കച്ചവടത്തോട്, കുടിയേറ്റത്തോട്, കറുത്ത വർഗ്ഗക്കാരോട് ഒക്കെയുള്ള സമീപനം വളരെ വലതുപക്ഷപരമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനോടുള്ള എതിർപ്പ് കൂടി ഈ സർവേയിൽ ഉണ്ടാവാം. കമലാ ഹാരിസ് വരട്ടെ, വന്നില്ലെങ്കിൽ ഉണ്ടാകാവുന്ന അപകടം ട്രംപ് വരും. ട്രംപ് വന്നാലുള്ള അപകടം കാണുന്നതുകൊണ്ടായിരിക്കാം അത്. എന്തായാലും വരട്ടെ. ഏതായാലും കമലാ ഹാരിസ് വരുന്നെങ്കിൽ നല്ലത്. എല്ലാം കൊണ്ടും അവർ പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ അവരൊട്ടും മോശമായിരുന്നില്ല. ചരിത്രത്തിലെ അമേരിക്കൻ വൈസ് പ്രസിഡന്റുമാരിൽ നല്ല പേര് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് അവർ. പക്ഷേ അവർക്ക് നിർഭാഗ്യവശാൽ അവരുടെ കൂട്ടുകെട്ട്, അവർ ജോ ബൈഡൻ്റെ കൂടെ ആയിപ്പോയതാണ് അവർക്ക് പറ്റിയത്. വന്ന കാലത്തെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പറ്റാതിരുന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ട് കമലാ ഹാരിസ് വരുന്നെങ്കിൽ നല്ലതാണ്, വന്നാൽ ജയസാധ്യതയുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലതാണ് എന്നാണ് ഞാൻ പറയുക. കാത്തിരുന്ന് കാണാം നമുക്ക്. കാരണം സ്ഥാനാർത്ഥിയെ ഫൈനലൈസ് ചെയ്യാൻ തന്നെ 1 മാസത്തിലേറെ ഉണ്ട്. തെരഞ്ഞെടുപ്പിന് 5 മാസത്തോളം ഉണ്ട്. ഇനിയും സമയമുണ്ട്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഇനിയും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. ഓക്കെ, നന്ദി.